ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠേന പ്രമേയം പാസാക്കിയ നിയമസഭ. വോട്ടർ പട്ടിക പുതുക്കൽ സുതാര്യമായി നടപ്പാക്കണമെന്ന പ്രമേയ അവതരണത്തിൽ മുഖ്യമന്ത്രി. ബിരുദാനന്തര ബിരുദതലത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41. അപകടസ്ഥലം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് പൂജവയ്പ്. വിജയദശമി വ്യാഴാഴ്ച. ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്ത് ഹൃദ്രോഗ നിരക്ക് ഉയരുന്നതിൽ ആശങ്കയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. പവന് 85,000 രൂപ കടന്നു. വാർത്തകൾ വിശദമായി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠേന പ്രമേയം പാസാക്കിയ നിയമസഭ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം അവതരിപ്പിച്ചത്. SIRലെ ചില നിബന്ധനകൾ പ്രായപൂർത്തി വോട്ടവകാശത്തെ ഹനിക്കുന്ന തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തിന്റെ പൂർണ്ണമായ ലംഘനമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കൽ സുതാര്യമായി നടപ്പാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിയമസഭയിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ധനപ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്തെ തരിശു ഭൂമികൾ ഏറ്റെടുത്ത് ആധുനിക കൃഷിരീതികൾ നടപ്പിലാക്കുന്ന നവോത്ഥാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി കൃഷിമന്ത്രി പി പ്രസാദ്. ആദ്യഘട്ടത്തിൽ 32 ഭൂ ഉടമകളും 226 കർഷക സംരംഭകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിക്കായി 4758 ഏക്കറിലധികം ഭൂമി ലഭ്യമായിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ബിരുദാനന്തര ബിരുദതലത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ശ്രീ സജി ഗോപിനാഥിന്റെ അധ്യക്ഷതയിലുള്ള കരിക്കുലം പരിഷ്കരണ സമിതി തയ്യാറാക്കിയ കരട് വിശദമായ ചർച്ചകൾക്ക് ശേഷം നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 4 വർഷ ബിരുദ കോഴ്സിന്റെ ഭാഗമായി സമൂഹത്തെ സമഗ്രമായി അറിയാനും പൗരാവകാശങ്ങൾ ഉൾക്കൊള്ളാനുമുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു. 3 കോഴ്സുകളാണ് ഫൗണ്ടേഷൻ കോഴ്സുകളുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഭരണഘടനാ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും മനുഷ്യാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ടും ലിംഗനീതി, എത്തിക്സ്, ലോജിക്ക് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കോഴ്സുകൾ സ്വീകരിക്കാവുന്നതാണ്. സമൂഹത്തെ സമഗ്രതയിൽ മനസ്സിലാക്കാനും ഒരു പൗരൻ എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി മനസ്സിലാക്കാനും കഴിയുന്ന വിധത്തിലാണ് ഈ കോഴ്സുകൾ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കലാപ്രവർത്തകർക്കുള്ള പെൻഷൻ പദ്ധതി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ധനസഹായ പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി സജി ചെറിയാൻ. തുളു കലാകാരന്മാർ ഉൾപ്പെടെ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകാതെ പോയവരെയും ഉൾപ്പെടുത്തും. പ്രതിമാസം 1600 രൂപയാണ് കലാപ്രവർത്തകർക്ക് പെൻഷനായി നൽകി വരുന്നതെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണപീഠം കാണാതായതിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി മന്ത്രി VN വാസവൻ. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമായതിനാൽ റിപ്പോർട്ട് കോടതി പരിഗണിച്ച ശേഷം മറ്റ് നടപടികൾ തീരുമാനിക്കുമെന്നും ശ്രീ വാസവൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരും പൊതുജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്റർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. വെള്ളയമ്പലത്തെ സിറ്റിസൺ കണക്ട് കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 1800-425-6789 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരാതികളും പറയാം. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പ്രതിരോധിക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരു സ്പന്ദനം പോലും നഷ്ടപ്പെടുത്തരുത് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹൃദ്രോഗം പ്രതിരോധിക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ച് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ എ ജോർജ് കോശി ആകാശവാണി വാർത്തകളോട്. പുകവലിയും പുകയിലയുടെ ഉപയോഗവും പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പ്രമേഹ രോഗമുണ്ടെങ്കിൽ നിയന്ത്രിക്കുക. ബ്ലഡ് പ്രഷർ 130/80 താഴെയാണെന്ന് ഉറപ്പാക്കുക. LDL കൊളസ്ട്രോൾ 100 മില്ലിഗ്രാമിൽ മുകളിൽ പോകാൻ സമ്മതിക്കരുത്. ക്രമമായ വ്യായാമം. ശരീരഭാരം നിയന്ത്രിക്കുക. ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തുക. പൂരിത കൊഴുപ്പ്, എണ്ണ എന്നിവ കുറയ്ക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം. മാനസിക പിരിമുറുക്കം ഒഴിവാക്കുക. പ്രധാനപ്പെട്ട പരിശോധനകൾ ECG, എക്കോ, TMT, കോറണറി കാൽഷ്യം സ്കോർ എന്നിവ പരിശോധിച്ച് നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുക.
സംസ്ഥാനത്ത് ഹൃദ്രോഗ നിരക്ക് ഉയരുന്നതിൽ ആശങ്കയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരോഗ്യവകുപ്പിന്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ക്യാമ്പയിൻ ഹൃദയപൂർവ്വത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിയമസഭയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗിക്ക് നൽകുന്ന ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ പരിശീലനം എല്ലാവർക്കും ലഭ്യമാക്കാനാണ് ജനകീയ പരിശീലന പരിപാടി ആരംഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നവരാത്രിയുടെ 7ാം ദിവസമായ മഹാസപ്തമി ഇന്ന്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് ഗ്രന്ഥങ്ങളും പഠനോപകരണങ്ങളും പൂജ വയ്ക്കും. നാളെയാണ് ദുർഗാഷ്ടമി. ബുധനാഴ്ച മഹാനവമിക്ക് ശേഷം വ്യാഴാഴ്ച വിജയദശമി നാളിൽ പൂജയെടുപ്പ് നടക്കും. നാളെ സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവരാത്രിയോടനുബന്ധിച്ച് ആകാശവാണി സംഗീതോത്സവം സംഘടിപ്പിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള നവരാത്രി മണ്ഡപത്തിലാണ് സംഗീതോത്സവം. ബുധനാഴ്ച വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 8:30 വരെയുള്ള കച്ചേരിയിൽ സംഗീതരംഗത്തെ പ്രശസ്തർ പങ്കെടുക്കും. ഇന്ന് പാലക്കാട് ശ്രീറാം, SR മഹാദേവ ശർമ്മ തുടങ്ങിയവരുടെ കച്ചേരിയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41ആയി. 67 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അപകടസ്ഥലം സന്ദർശിച്ചു. അതിനിടെ തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയിയുടെ റാലിക്കിടെയുണ്ടായ അപകടം അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ ASP പ്രേമാനന്ദനെ ചുമതലപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 65 പോയിന്റ് താഴ്ന്ന് 80,361-ലും നിഫ്റ്റി 13 പോയിന്റ് നഷ്ടത്തിൽ 24,642-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന. പവന് 680 രൂപ വർദ്ധിച്ച് 85,360 രൂപയും ഗ്രാമിന് 10,670 രൂപയുമായി. ഇതാദ്യമായാണ് പവന് 85,000 രൂപ കടക്കുന്നത്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനിലൂടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ വിപ്ലവം സൃഷ്ടിച്ചതിനെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർബിൽ ഇന്ന്. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ മേഖല ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. PM ഗതിശക്തി സംരംഭമാണ് ഇതിന്റെ കാതൽ. സമഗ്രമായ ഭരണ സംവിധാനത്തിന്റെ വികാസമാണ് ഗതിശക്തി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. PM गतिशक्ति मास्टर प्लान सरकारी प्रोसेस और उससे जुड़े अलग अलग स्टेक होल्डर्स को तो एक साथ लाता ही है. ये ट्रांसपोर्टेशन के अलग अलग मोड्स को आपस में जोड़ने में भी मदद करता है. ये होलिस्टिक गवर्नेंस का विस्तार है. 2021 ആരംഭിച്ച PM ഗതിശക്തി വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഏകോപിപ്പിച്ച് സുഗമമായ പദ്ധതി നിർവഹണത്തിലൂടെ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കുകയാണ്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക ചർച്ചാ പരമ്പരയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 പ്രക്ഷേപണം ചെയ്യും. ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് രഘുചന്ദ്രൻ നായർ സംസാരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇന്നു മുതൽ ഒക്ടോബർ 14 വരെ പേര് ചേർക്കാം. കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-ന് പ്രസിദ്ധീകരിക്കും. പ്രവാസി വോട്ടർമാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. അപേക്ഷകൻ വിദേശത്ത് താമസിക്കുന്ന വിദേശ രാജ്യത്തിന്റെ പൌരത്വം സ്വീകരിച്ചിട്ടില്ലാത്ത ഇന്ത്യൻ പൌരനായിരിക്കണം. sec.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സാധാരണക്കാർക്ക് ആശ്വാസമായി ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ. പിസ്സ, ബ്രെഡ്, ചപ്പാത്തി എന്നിവ പൂർണ്ണമായും നികുതി രഹിതമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏകകണ്ഠേന പ്രമേയം പാസാക്കി നിയമസഭ. വോട്ടർ പട്ടിക പുതുക്കൽ സുതാര്യമായി നടപ്പാക്കണമെന്ന് പ്രമേയ അവതരണത്തിൽ മുഖ്യമന്ത്രി. ബിരുദാനന്തര ബിരുദതലത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള നടപടികൾ ഊർജിതമാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 41ആയി. അപകടസ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് പൂജവയ്പ്. വിജയദശമി വ്യാഴാഴ്ച.
ഹൃദയാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്ത് ഹൃദ്രോഗ നിരക്ക് ഉയരുന്നതിൽ ആശങ്കയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന, പവന് 85,000 രൂപ കടന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.